അപ്പോൾ ഈ വ്ളോഗ് നമ്മൾ ട്രക്കായി കാസൽ ലിത്വേനിയ പോയതിനെക്കുറിച്ചാണ്. അപ്പോൾ ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഐ എം റൈഹാന. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഫ്രം കൗനസിലാണ് നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത്. അപ്പോൾ ഈ കാണുന്നതുണ്ടല്ലോ ഒരു ചോക്ലേറ്റ് ബാറാണ്. അപ്പോൾ എനിക്കിത് നല്ല ഫാൻസി ആയിട്ട് തോന്നി. ഇത് നമ്മളൊരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. ഇവിടെയുള്ള അതിൻ്റെ ലിത്വേനിയൻ മാപ്പിൻ്റെ ഷേപ്പിലുള്ള ചോക്ലേറ്റാണ്. അപ്പോൾ നമ്മൾ കൗനസിൽ നിന്ന് വില്നിയസിൽ പോയിട്ടാണ് ഈ ട്രക്കായിലേക്ക് പോയത്. അപ്പോൾ വില്നിയസിൽ ചെന്നപ്പോൾ കഴിച്ച ഒരു ഡക്കിൻ്റെ ഡിഷിൻ്റെ ആണ് ആ വീഡിയോ. നമ്മൾ പോയത് ബസ്സിലായിരുന്നു കേട്ടോ. അപ്പോൾ ഐ പേഴ്സണലി റെക്കമെൻഡ് ടേക്കിംഗ് എ ബസ് ടു ഗോ ടു ട്രക്കായി. എന്താണെന്നറിയോ, നമുക്ക് പോണ വഴി ഇങ്ങനെ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമുക്ക് പോവാം. രണ്ടല്ല, നമുക്ക് ടാക്സിയിൽ ബോൾട്ട് വിളിച്ചിട്ട് പോകാം. ബോൾട്ട് വിളിച്ചിട്ട് പോകണമെങ്കിൽ അറൗണ്ട് 25 euros അത്രയൊക്കെ ആവും. പിന്നെ ബസ്സിൽ നമുക്ക് ആകെ 4 euro പെർ പേഴ്സണേ ആവുള്ളൂ. അതുപോലെ തന്നെ ട്രെയിനിലും ഏകദേശം ആ ഒരു എമൗണ്ട് തന്നെയാണ്. ഞാൻ റിട്ടേൺ വരുമ്പോൾ നമ്മൾ ട്രെയിനിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ബസ്സിലുണ്ടല്ലോ, ബസ്സിൻ്റെ ഡ്രൈവർ തന്നെയാണ് ടിക്കറ്റ് എടുക്കുന്നത്. പുള്ളിക്കാരൻ കാർഡും ക്യാഷും രണ്ടും ആക്സെപ്റ്റ് ചെയ്യും. യൂറോപ്പിലുള്ളവർക്ക് ഇത് അറിയുണ്ടാവും. നാട്ടിലൊന്നും നമ്മൾ ബസ്സിൽ ഡ്രൈവർ തന്നെ ടിക്കറ്റ് എടുക്കണില്ലല്ലോ, അതാണ് അത് കാണിച്ചത്. പിന്നെ ഇതൊരു വലിയ അടിപൊളി ഷോപ്പിംഗ് മാളാണ്. അത് ഞാൻ ലിത്വേനിയയിൽ വില്നിയസിൽ കറങ്ങിപ്പോകുന്നത് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഈ റൂട്ടിലുള്ളതായിരിക്കും. വില്നിയസിൽ നിന്നുണ്ടല്ലോ 27 കിലോമീറ്റേഴ്സാണ് ഏകദേശം ഉള്ളത് ട്രക്കായിലേക്ക്. വില്നിയസ് നിങ്ങൾക്കറിയാമല്ലോ, വില്നിയസ് ലിത്വേനിയയുടെ ക്യാപിറ്റൽ സിറ്റി. ഇതേ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണണ്ടാവും നല്ല അടിപൊളി ട്രാഫിക്. ഇതാണ് ഞാനൊരു പ്രത്യേകമായിട്ട് കണ്ടത്. നല്ല ട്രാഫിക്കായിരുന്നു. അപ്പ് ആൻഡ് ഡൗൺ ബോത്ത് സൈഡ്സ് നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു. ഇത് ട്രക്കായിൽ എത്തണ വരെയും ട്രക്കായി ടൗണിലും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ അസ്യൂം ചെയ്തത് ഒന്നല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും കമ്പനീസ് ഉണ്ടാവും, ആൾക്കാർ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരണമാവും. അതല്ലെങ്കിൽ അവിടെ ഇങ്ങനെ ലിവിങ് കമ്മ്യൂണിറ്റീസ് വല്ലതും ഉണ്ടാവും. അപ്പോൾ ഇവിടെ വില്നിയസിൽ ജോലിക്ക് വന്നവർ തിരിച്ചു പോകുന്നതായിരിക്കും എന്നാണ് ഞാൻ അസ്യൂം ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും അത് എക്സാക്ട്ലി അറിയാം എന്താണ് ഇത്ര ട്രാഫിക് എന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. കാരണം ഞാൻ സിറ്റിയിലൊന്നും ഇത്ര അധികം ട്രാഫിക് ജാമൊന്നും കണ്ടില്ല, അതുകൊണ്ട് ആണ് പറയുന്നത് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൗനസിൽ താമസിച്ചിട്ട് എന്താണ് വില്നിയസിൽ വന്നിട്ട് പിന്നെ ഇവിടുന്ന് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൗനസിൽ നിന്ന് ഡയറക്റ്റ് ബസ്സില്ല കേട്ടോ ട്രക്കായിലേക്ക്. ഞാനിത് പറയണത് ഏകദേശം ഒരു ജൂലൈ 2024 കഥയാണ്. ഇനിയിപ്പോൾ അതിന് ശേഷം ബസ്സോ ട്രെയിനൊക്കെ വരുമോയെന്ന് എനിക്കറിയില്ല. അതർവൈസ് ഇപ്പോൾ ആസ് വി സ്പീക്ക് ബസ്സും ഇല്ല, ട്രെയിനും ഇല്ല, രണ്ടും ഇല്ല. അപ്പോൾ നമ്മൾ വില്നിയസിൽ വന്നിട്ട് അവിടുന്ന് ബസ് പിടിച്ചിട്ട് വേണം പോകാൻ. അതല്ല പ്രൈവറ്റ് കാർ ഉള്ളവർക്ക് കുഴപ്പമില്ല, ഡയറക്റ്റ് ഡ്രൈവ് ചെയ്ത് പോകാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 30 minutes ആണ് ബസ്സിൽ പറഞ്ഞതെങ്കിലും നമ്മൾ എത്തിയപ്പോൾ അറൗണ്ട് 1 hour ഒക്കെ. ബസ് നിർത്തില്ല പോരണേ. അതിൻ്റെ ഇടയിൽ ടിക്കറ്റ് എടുക്കലും പിടിക്കലൊക്കെ ഉണ്ടായി. കാരണം നമ്മൾ പോയത് ഉച്ച കഴിഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് പീക്ക് ടൈം ആയിരുന്നു തോന്നുന്നു. ആൾക്കാർ ഒത്തിരി കയറണമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബസ് ഡ്രൈവർ തന്നെയാണല്ലോ ടിക്കറ്റ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ട്രക്കായിലെത്തുമ്പോൾ കണ്ടോ, റൈറ്റ് ഹാൻഡ് സൈഡിൽ ട്രക്കായി എന്നൊക്കെ എഴുതിയൊരു വലിയ, അതൊരു മാളാണ് ആക്ച്വലി, റിമി മാള്. അവിടെ തന്നെയാണ്, അതിൻ്റെ സൈഡിലായിട്ടാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. ഇപ്പോൾ ബസ് തിരിഞ്ഞങ്ങ് ബസ് സ്റ്റോപ്പിലേക്ക് കയറും. അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലാണ് ഈ ലേക്ക് ഉള്ളത്, ഈ ട്രക്കായി ലേക്ക്. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ ബസ് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ മാളിൻ്റെ അവിടെ ഈ റിമി എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ വേണമെങ്കിൽ ലേക്കിൻ്റെ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും കുടിക്കാനോ സ്നാക്സൊക്കെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കാം. അവിടെ ടോയ്ലറ്റും ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് അങ്ങോട്ട് ലേക്കിൻ്റെ അങ്ങോട്ട് പോകാവുന്നതാണ്. ഈ കാണുന്ന ബസ്സിലാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ട്രക്കായിലെത്തിയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അടുത്താണ് വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ലേക്ക് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലേക്കാണ് ലേക്ക് ഗാൽവ്. ഇതാണ് ട്രക്കായിലെ ലേക്ക്. ഈ ലേക്കിൻ്റെ മിഡിലായിട്ടാണ് ഈ ട്രക്കായി കാസൽ, അങ്ങോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഈ ബസ് സ്റ്റോപ്പിൽ നിന്ന് ട്രക്കായി കാസലിലേക്ക് നമുക്ക് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. നടക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒരു 35 minutes എടുത്തു കഴിഞ്ഞാൽ നടക്കാം. അതല്ലെങ്കിൽ നമുക്ക് ബോൾട്ട് വിളിക്കാം. ഞങ്ങൾക്ക് അറൗണ്ട് 3 euros ഉള്ളൂ. നമ്മൾ വന്ന സമയത്ത് നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പിന്നെ ബോൾട്ട് വിളിച്ചിട്ടാണ് അങ്ങോട്ട് പെട്ടെന്ന് പോയത് കേട്ടോ. അല്ലെങ്കിൽ നടക്കാനായാലും നല്ല രസമൊക്കെയാണ്. 30-35 minutesൻ്റെ ഉള്ളിൽ ഈ ലേക്കിൻ്റെ സൈഡിൽ കൂടെ പയ്യെ അങ്ങ് നടന്ന് എത്താവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ കാസലിൻ്റെ ഏരിയ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ കാസലിൻ്റെ ഏരിയയിൽ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റ്സും ചെറിയ ചെറിയ കാഫറ്റീരിയ പോലത്തതും സുവനിയർ ഷോപ്സും ഒക്കെ ഉണ്ട്. ഇതൊന്നല്ല പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയത്, ക്ലെൻലിനെസ്സാണ് പ്രത്യേകമായിട്ട് തോന്നുന്നത്. നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. ഒരു എന്തെങ്കിലും
ടിഷ്യൂ പേപ്പറോ പ്ലാസ്റ്റിക് പേപ്പറോ ഒന്നും കണ്ടില്ല. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ. പിന്നെ ഇവിടെ പോയാൽ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു സംഭവം റെക്കമെൻഡ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, ബോട്ടിങ് ചെയ്യണേ. നല്ല രസമാണ് ബോട്ടിങ്. ഒരു 35 to 40 മിനിറ്റ്സ് ഉണ്ടായിരുന്നു. ലാവിഷായിട്ട് പുള്ളി മൊത്തം ലേക്കൊക്കെ കറക്കി സ്ഥലങ്ങളൊക്കെ കാണിച്ചു തന്നു. 5 യൂറോസാണ് നമുക്ക് ആയിട്ടുണ്ടായിരുന്നത് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ലേക്കിൻ്റെ പേരെന്താ അറിയോ? ഗാൽവ് ലേക്ക് എന്നാണ്. ഈ ലേക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് ലേക്ക് ഇൻ ലിത്വേനിയ. ഓക്കെ, അപ്പോൾ സ്വിമ്മിംഗ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ അതനുസരിച്ചിട്ട് ഒന്ന് ആലോചിച്ചിട്ട് വേണം സ്വിം ചെയ്യാനൊക്കെ ഇറങ്ങാനായിട്ട്. പിന്നെ അവിടെ ഈ നമ്മൾ ഇങ്ങനെ കവേർഡായിട്ടുള്ള ബോട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ അപ്സ്റ്റെയറിൽ കയറിയിരിക്കുകയായിരുന്നു. അതല്ലാതെ പെഡൽ ബോട്ടുണ്ട്, ബനാന ബോട്ടുണ്ട്. അപ്പോൾ ബനാന ബോട്ട് എടുക്കണവർ, സ്വിമ്മിംഗ് ഒക്കെ അറിയണവർ എടുക്കണതാണ് നല്ലത്. പിന്നെ ഈ ലേക്കിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഇത് വിൻ്റർ ടൈമിൽ ഫുൾ ഐസ് ആവുമെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ കണ്ടിട്ടില്ല. ഫുള്ള് ഐസ് ആവുമെന്നാണ് പറഞ്ഞു കേട്ടത്. അപ്പോൾ ഇതൊരു സ്കേറ്റിംഗ് ഗ്രൗണ്ട് പോലെ അത്രയ്ക്ക് ഫുള്ള് ഐസ് കട്ട പിടിക്കും എന്നാണ് കേട്ടത്. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ഐലൻഡിൻ്റെ അകത്തുള്ള നമ്മുടെ കാസിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാസിലേക്ക് വരാനായിട്ട് ഇങ്ങനെ ഒരു ബ്രിഡ്ജൊക്കെ ഉണ്ട്. അതിലിങ്ങനെ കുറച്ച് നടന്നു കഴിയുമ്പോൾ കാസിൽ വരാം. അപ്പോൾ ഈ ലേക്കിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാനുള്ള വഴിയുണ്ട്. ചുറ്റും ഇങ്ങനെ ഈ കാട് പോലെ കാണില്ലേ, അതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കാനായിട്ട് ഉള്ള ഏരിയാസും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ നടന്ന് കാണുകയൊക്കെ ചെയ്യാം. ഇനിയിപ്പോൾ നമ്മളുടെ ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു നല്ല വൈറ്റ് കളർ ബിൽഡിംഗ് ഇല്ലേ, അതിനൊരു പ്രത്യേകതയുണ്ട്. ഈ ബിൽഡിങ്ങാണ് ഒഴു ട്രാക്കിസ് പാലസ്. ഓക്കെ, ഇത് വൺ ഓഫ് ദ ബ്രൈറ്റസ്റ്റ് ആൻഡ് ബെസ്റ്റ് പ്രിസർവ്ഡ് മാൻഷൻസ് ഇൻ ലിത്വേനിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ബോട്ടിങ്ങിൽ കാണാൻ പറ്റും. ഇത് ഗാൽവ് ലേക്കിൻ്റെ തീരത്ത് തന്നെയാണ് ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇത് പറയപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പണിത ഡ്യൂക്ക് പുള്ളിക്കാരൻ ഇവിടെ ഈ മാനറിലേക്ക് വന്നുകൊണ്ടിരുന്നത് ഇങ്ങനെ ഈ ലേക്ക് ക്രോസ് ചെയ്തിട്ടാണ്. ഈവൻ ദോ ഇപ്പോൾ ഇതിൻ്റെ മറ്റ് പാലസിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഇങ്ങനെ നടന്ന് ഈ എന്താ പറയുക, അതിൻ്റെ പേര് ഉഴു ട്രാക്കസ് മാനറിലേക്ക് വരാൻ വഴിയുണ്ട്. അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നടക്കാം, നല്ല രസമാണ്. ഉള്ളിൽ കൂടെ നടന്നിട്ട് വരാൻ പറ്റും. പക്ഷേ പണ്ട് ഇതിൻ്റെ ഒറിജിനൽ ഇത് ബിൽഡ് ചെയ്ത ആ ഡ്യൂക്ക് വന്നുകൊണ്ടിരുന്നത് ഈ പുഴ കടന്നിട്ടാണ്. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ അതേ ഇതിൻ്റെ നമ്മളുടെ പാലസിൻ്റെ അങ്ങോട്ട് പോകണതിൻ്റെ മുമ്പായിട്ട് ഇങ്ങനെ കുറേ വാക്ക് വേസ് ഉണ്ട്. അവിടെയൊക്കെ ഒത്തിരി ഗിഫ്റ്റ് ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഗിഫ്റ്റ് ഷോപ്പിലൊക്കെ കണ്ടതാണേ. അപ്പോൾ അത് ഇതാ കാണാണ് നമ്മുടെ ട്രക്കായി കാസിൽ. അപ്പോൾ കാസിലേക്ക് നടന്ന് പോകാനുള്ള ഒരു പാലമാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ പാലം. അത് കൂടെ നടന്ന് കാസിലിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ 10 യൂറോസ് ആണെന്ന് തോന്നുന്നു. അതോ 10 or 12 യൂറോസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് കയറിയിട്ട് മ്യൂസിയവും ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പോൾ അത് വെറും മ്യൂസിയം മാത്രമാണ്. പണ്ടത്തെ കാലത്ത് നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് മുമ്പ് 14th century പണിതിട്ടുള്ള ഒരു കാസിലാണ്. അപ്പോൾ അവിടെ ഇത് പണിതത് കെസ്റ്റൂച്ചി എന്ന് പറഞ്ഞ ആ രാജാവാണ്. പുള്ളിക്കാരൻ്റെ മോന് അവിടെ കിടന്നിട്ടാണ് മരിച്ചതെന്നൊക്കെയാണ് പറയണത്. ആ പുള്ളിയാണ് ഫാദർ ഓഫ് ലിത്വേനിയ എന്ന് വിളിക്കുന്നത്, വിറ്ററ്റസ് ദ ഗ്രേറ്റ്. പുള്ളിക്കാരൻ മരിച്ചത് ഈ പർട്ടിക്കുലർ പാലസിലാണെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടതിന് ശേഷം നമ്മൾ ഒരു ബോട്ട് പിടിച്ചിട്ട് ട്രെയിനിലാണ് തിരിച്ചു പോകുന്നത്. നമുക്ക് വേണമെങ്കിൽ നടന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ പോകാട്ടോ. 45 മിനിറ്റാണ് അവിടുന്ന് കാണിച്ചത് നമ്മുടെ ഗൂഗിളിൽ. അപ്പോൾ ഞങ്ങൾ ബോട്ട് പിടിച്ചു. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ട്രാക്ക് നോക്കി, അതിൻ്റെ എൻ്റെ ഇവിടെ വന്ന് നിൽക്കരുത്. അപ്പോൾ നമ്മൾ ലിത്വേനിയയുടെ എൻഡിലെത്തിയെന്ന് വേണമെങ്കിൽ പറയട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ട്രക്കായി റെയിൽവേ സ്റ്റേഷൻ. ഈ സ്റ്റേഷൻ്റെ അപ്പുറത്തെ സൈഡിൽ നമ്മുടെ ക്രിസ്ത്യൻ ഒരു ഖബർസ്ഥാനാണുള്ളത്. നല്ല ഭംഗിയായിട്ടൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഖബർസ്ഥാൻ. പിന്നെ ഇതാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇത് ട്രെയിനിനുണ്ടല്ലോ പ്രൈസ് കുറവാണ്. നമ്മുടെ ടിക്കറ്റ് പ്രൈസ് 2 യൂറോസ് 2.5 അങ്ങോട്ട് യൂറോസേ ഉള്ളൂ ഒരാൾക്ക്. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. എന്നാലും ഞാൻ വരാനായിട്ട് ബസ് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ റൂട്ടൊക്കെ കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ റെയിൽവേ ട്രാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്ന് കുറച്ച് നേരം, കാരണം അത്ര ഫ്രീക്വൻ്റ്ലി ട്രെയിൻ ഉണ്ടായിട്ടില്ല. ഈ കാണുന്നുണ്ടല്ലോ, അവിടെ ഇരുന്നപ്പോൾ കണ്ടതാണ് നിറച്ചിങ്ങനെ ഉണ്ടായിട്ട് നിൽക്കുകയാണേ. ആപ്പിൾ പോലെയാണ് ഇരുന്നത്. എനിക്ക് എക്സാക്ട്ലി സംഭവം എന്താണെന്ന് പിടുത്തം കിട്ടിയില്ല. നിറച്ചുണ്ടായിട്ടുണ്ട് ആ മരത്തുമ്മ.
നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ട്രെയിൻ വന്നു, ട്രെയിനിലേക്ക് നമ്മൾ കയറി. അപ്പോൾ ഇത് ലാസ്റ്റ് ട്രെയിനും കണ്ടായിരുന്നു, 6:55 കണ്ടുള്ള ലാസ്റ്റ് ട്രെയിനാണ്. അപ്പോൾ ഈ ട്രെയിന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഓപ്ഷൻ ഉള്ളത് ലേറ്റ് നൈറ്റ് വരെ ഓപ്ഷൻ ഉണ്ട്, അത് ബസ്സാണ് പിന്നെ ഉള്ളത്. പിന്നെ അപ്പോൾ നമ്മൾ ബസ്സിൽ വന്നിട്ട് വില്നിയസിൽ വന്നിട്ട് പിന്നെ വില്നിയസിൽ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് വേണം കൗനസിലേക്ക്. അപ്പോൾ അതാണ് ഈ ട്രിപ്പിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. ഇതിപ്പോൾ വേണ്ടവർക്കാണെങ്കിൽ 1 ഫുൾ ഡേ എടുത്തിട്ട് പോവാം, പക്ഷേ ഫുൾ ഡേ ഇല്ലെങ്കിലും ഹാഫ് ഡേ ടൂറായിട്ടും ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് രസമായിരിക്കും. ഹാഫ് ഡേ ആയിട്ടായാലും നമുക്ക് ട്രക്കായി ടൂർ ചെയ്യാം. എന്ന് വെച്ചാൽ ഹാഫ് ഡേ വില്നിയസിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം അനദർ ഹാഫ് ഡേ ഇവിടെ സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഫ്രണ്ട്സിനായിട്ടൊക്കെ ഷെയർ ചെയ്യണം. എന്തെങ്കിലും ഫർദർ ഇൻഫർമേഷൻസ് വേണമെങ്കിൽ കമൻറ്റിൽ ഇട്ടോളൂ, ഐ വിൽ റിപ്ലൈ ബാക്ക് ടു യു അറിയാവുന്ന രീതിയിൽ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ട്രക്കായി കാസലിൻ്റെ ട്രിപ്പ്. അപ്പോൾ മോർ യൂറോപ്പ് വീഡിയോസിനായിട്ട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് and see you soon in another episode. Till that time, you all take care and bye bye.